ഓക്കെ മോളിലോട്ട്. അണ്ണാ ഹലോ കേക്കാവോ? അണ്ണാ ഇത് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോ 10 ടീമാണ് ഒരു ഗ്രൂപ്പ് എയിൽ വരുന്നത്, മനസ്സിലായോ? 10 ടീം ഒരു ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി അങ്ങനെ മൊത്തം H വരെ ഗ്രൂപ്പ് ഉണ്ട്. സോ CSK EVX ആണെന്ന് ആണോ? ഓക്കെ അങ്ങനെയാണെ ഓക്കെ. സോ ഗൈസ് ദ ഫോർമാറ്റ് ഞങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് ഫോർമാറ്റ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഇതാക്കി മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പം അതായത് ഗ്രൂപ്പ് എയില് 10 ടീം കാണും, ഗ്രൂപ്പ് ബിയില് 10 ടീം, അങ്ങനെ 10 ടീം വെച്ചിട്ട് ഗ്രൂപ്പ് H വരെ ഉണ്ട്. ഓക്കെ, ഡേ 1 ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിന്റെ മത്സരമായിരിക്കും കാണുന്നത്. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പില് 3 മാച്ച് വെച്ചിട്ട് കാണും. ഒരു ഗ്രൂപ്പിന് ഗ്രൂപ്പ് എക്കും ഗ്രൂപ്പ് ബിക്കും 3 മാച്ച് വെച്ച്. അതായത് ആദ്യം നടക്കുന്ന ഗ്രൂപ്പ് എന്റെ 10 ടീം മാത്രമായിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും. 3 മാച്ച് കാണും അവർക്ക്. അതേപോലെ അന്നത്തെ ദിവസം തന്നെയാണ് ലൈക്ക് ഗ്രൂപ്പ് ബിന്റെ നടക്കുന്ന 10 ടീം വെച്ചിട്ട് ഒരു ഇതിന്റെ അകത്ത് 3 മാച്ച് അവർക്ക് കാണും. അങ്ങനെ ഡേ 1 അങ്ങനെ ഡേ 2 ഡേ 3 ഡേ 4 മനസ്സിലായി. ഇതില് ക്വാളിഫൈ ആവുന്നത് 32 ടീം മാത്രമായിരിക്കും ക്വാളിഫൈ ആവുന്നത്, മനസ്സിലായോ? ഓക്കെ, അതില് പൊസിഷൻ വരുന്നത് നാലാമത്തെ, അതായത് ഈ 3 മാച്ചില് നമ്മൾ എടുക്കുന്ന പോയിന്റ് 4ാം സ്ഥാനം വരെ ഉള്ളവർ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് വരുന്നവരെ മാത്രം സെലക്ട് ചെയ്ത് 32 ടീമിനെ എടുക്കും നമ്മൾ. 80 വരുന്നു 80 ടീമിൽ 32 ടീമിനെ സോർട്ട് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ ഇതേ സെയിം തന്നെയാണ്. 8 ടീം വെച്ചിട്ടായിരിക്കും കളി വരുന്നത്. മൊത്തം 4 ഇതേപോലെ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞ് 8 ടീം വെച്ചിട്ട് കാണും. അവിടെ നിന്ന് സോർട്ട് ഔട്ട് ഇതേപോലെ അതായത് ഡേ 1 ഡേ 2 ഉണ്ട്. അതായത് 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ ദിവസവും പിന്നെ 6ാമത്തെ ദിവസവും ഇതേപോലെ 8 ടീം വെച്ചായിരിക്കും മാച്ച് നടക്കണം. അത് സോർട്ട് ഔട്ട് ചെയ്ത് വരുന്നത് 12 ടീമിലോട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഫൈനലിൽ വരുന്ന 12 ടീമായിരിക്കും ഫൈനൽസിൽ വരുന്നത്, അതായത് ലാസ്റ്റ് 7ാമത്തെ ദിവസം. അതാണ് ഇതിന്റെ ഇത്. അപ്പൊ ഫൈനൽസ് ഗൈസ് ബെസ്റ്റ് ഓഫ് 3 വേണോ നിങ്ങൾക്ക്? ബെസ്റ്റ് ഓഫ് 5 വേണോ? ബെസ്റ്റ് ഓഫ് 3 വേണോ ബെസ്റ്റ് ഓഫ് 5 വേണോ എന്ന് തീരുമാനിക്കാം. ബെസ്റ്റ് ഓഫ് 5 ആണെങ്കിൽ നല്ല ഡ്യൂറേഷൻ ആയിരിക്കും, അതാണ് പ്രശ്നം. എടാ ഒരു പോൾ ഇട്ടേടാ, ബെസ്റ്റ് ഓഫ് 3 ഓർ 5 എന്നൊരു പോൾ ഇട്ടേ. 3 വേണോ 5 വേണോ എന്നൊരു പോൾ ഇട്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്മിൻ ചാനൽ ഉണ്ടോ ഇവിടെ? മോഡറേറ്റേഴ്സ് ഞാൻ ഇടാം. വെയിറ്റ്, ആരെങ്കിലും ഇടുന്നുണ്ടോ? ഞാൻ ഇട്ടോളാം. ത്രീ ഓർ 5 എന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആരെങ്കിലും ഓപ്ഷൻ ലേബൽസ് നീഡ് ടു ബി അറ്റ്ലീസ്റ്റ് 2 ക്യാരക്ടർ. വന്നോ? 30 സെക്കൻഡ് പോളോടെ. ഇത് ആരാണ് ഇട്ടത്? ഡിലീറ്റ് ചെയ്ത് കളയട്ടെ ഇവനെയൊക്കെ. ഞാൻ ഇട്ടോളാം. നീ ഒന്നും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ ദയവ് ചെയ്ത്. 30 സെക്കൻഡിൽ പോൾ ഇടാൻ ബുദ്ധി ഇല്ലാത്ത ആരാണ് ഇട്ടത്? അവൻ ഇന്ന് തന്നെ അൺമോഡ് ചെയ്യട്ടെ. ഏത് വേണം എന്നായിപ്പോയി. ഏത് വേണം? അങ്ങനെയാണെങ്കിൽ ഡ്രീമർ ആണെന്ന് ചോദിക്കരുത്. 3 വേണോ 5 വേണോ? 5 വേണോ? അല്ലേ ഞാനും 30 സെക്കൻഡ് ഇട്ട് സ്റ്റാർട്ട് കൊടുത്തു പോയടാ. അപ്പൊ അത് തന്നെ കറക്റ്റ് തന്നെ വേണം. കറക്റ്റ് 69% 3 മതിയെന്നാണ് കേട്ടാ. 68% 3 മതിയെന്നാണ്. കട്ടയ്ക്ക് വോട്ട്. കട്ടയ്ക്ക് ഇല്ല, 68% 3 മതിയെന്നാണ്. 3 ബെസ്റ്റ് ഓഫ് 3 മതിയെന്നാണ് ആൾക്കാർ പറയണത്. ബെസ്റ്റ് ഓഫ് 3. നമുക്ക് എന്തായാലും പോൾ നോക്കാം. അപ്പൊ ഡേ 1 ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും, ഡേ 2 ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡിയും, ഡേ 3 ഗ്രൂപ്പ് ഇയും ഗ്രൂപ്പ് എഫ്, ഡേ 4 ഗ്രൂപ്പ് ജിയും ഗ്രൂപ്പ് എച്ചും, ഡേ 5 ഗ്രൂപ്പ് ആദ്യത്തെ ഗ്രൂപ്പ് M1 ഗ്രൂപ്പ് M2, ഡേ 6 ഗ്രൂപ്പ് M3 ഗ്രൂപ്പ് M4, ഡേ 7 ഫൈനൽസ്. ഗൈസ് നമ്മളിത് ഒരു മാച്ച് ആക്കാഞ്ഞെന്ന് പറഞ്ഞുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ GTA പോലത്തെ ഗെയിംസ് നമ്മളിപ്പോൾ ഒരു സിംഗിൾ മാച്ച് വെച്ചിട്ട് നമുക്ക് ഇവരുടെ ടീംസിന്റെ പൊട്ടൻഷ്യലി ഒന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ടീമിനും 3 മാച്ച് വെച്ച് കൊടുക്കുന്നത്. 3 മാച്ച് ആകുമ്പോൾ അവർക്ക് കംബാക്ക് അടിക്കാനും തിരിച്ചു പോകാനും എല്ലാത്തിനും സമയം ഉണ്ടാവും. മനസ്സിലായ? ഗ്രൂപ്പ് സെലക്ട് ചെയ്താ?
ഗൈസ് ഞാൻ ഈ ചോദിച്ചത് ഫൈനൽസ് അത് മാത്രമാണ് select ചെയ്യാൻ വേണ്ടി പോണെ. പോവാണ്. ഫൈനൽസ് മാത്രമാണ്. ബാക്കിയെല്ലാം 3 മാച്ചാണ്. ബാക്കിയെല്ലാം 3 മാച്ചാ. ഫൈനൽസ് മാത്രം 5 വേണോന്നാണ് നിങ്ങൾക്ക് ചോദിച്ചത്. ഫൈനൽസ് മാത്രം. ഫൈനല് മാത്രമാണ് കേട്ടോ, ബാക്കിയെല്ലാം 3 മാച്ച്. ബ്രോ സെമി ആൻഡ് ഫൈനൽസ് ബെസ്റ്റ് ഓഫ് 5 ആക്കാമോ? ബ്രോ സെമി ആൻഡ് ഫൈനൽസ് ബെസ്റ്റ് ഓഫ് 5 ആക്കാമോ? അത് ഇവന്റെ ലൈവ് നോഡിന്റെ 5 വേണം. നമുക്ക് എന്തായാലും പോള് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫൈനൽ നോക്കാം ഗൈസ്. 5 കളി എന്നൊക്കെ പറഞ്ഞാൽ എത്ര സമയം എടുക്കൂടാ? ലാസ്റ്റ് ഫൈനലിൽ കുഴപ്പമില്ല. 12 ടീം വെച്ച് 5 കളി എന്ന് പറഞ്ഞാൽ എന്തായാലും 4 മണിക്കൂർ എടുക്കൂലേ? അത് എടുക്കും. ഇല്ല, ഇത്രയും ദിവസം ഇത് സ്പെക്ക് എന്തായാലും എടുക്കും. ഇത് ഇത്ര 3 ടീം വെച്ചിട്ട് 2 ദിവസം അത് എടുക്കും ടൈം. അതായത് ഡേ 1 തൊട്ടുള്ള തെറ്റിപ്പോയതാ, ഒന്നുകൂടെ ഇടുവോന്നോ? ഓക്കെ, നിങ്ങളെല്ലാം വിചാരിച്ചത് എല്ലാ മാച്ചിന്റെയും കാര്യമാണോ? ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ, ഞാൻ ഫൈനലിന്റെ കാര്യം മാത്രമാണ് ചോദിച്ചത് നിങ്ങളോട്. ഫൈനലിന്റെ മാത്രം. ബാക്കിയെല്ലാം 3 മാച്ച് ആയിരിക്കും. ബാക്കി നമ്മൾ കൂട്ടുന്നില്ല ഗൈസ്. അത് ഭയങ്കര ഇതായി പോകും ഗൈസ്. നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടാണ്, കളിക്കുന്ന നിങ്ങൾക്കും അല്ല കാണുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, കളിക്കുന്ന പ്ലേയേഴ്സിനും ബുദ്ധിമുട്ടാവും. അതെ ഞാൻ ഒന്നുകൂടെ പോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടീം സെലക്ട് ചെയ്യാം. ടീം സെലക്ട് ചെയ്യാം. അതായത് ഇത് റാൻഡം പിക്കർ ആണോടാ? ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഡേ 1 ഗ്രൂപ്പ് എയിൽ വരുന്ന 10 ടീമിനെ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഗ്രൂപ്പ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഡേ 1 അതായത് 4-ാം തീയതി കളിക്കാൻ പോണ മാച്ചിലെ ഞാൻ ലൈവ് ഇടാണ്. 4-ാം തീയതി കളിക്കാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ഗ്രൂപ്പിലെ 10 ടീമിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഗ്രൂപ്പ് എയിലെ 10 ടീമിനെ. ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് ഞാൻ പറയല്ല, ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമ്മളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മള് സ്ട്രിക്ട്ലി ഞാൻ പറയുകയാണെങ്കിൽ ഗൈസ്, ടീമപ്പ് എന്ന് പറയുന്ന പരിപാടി കണ്ട സ്പോട്ടിൽ നമ്മൾ കിക്ക് ചെയ്യും. ഉള്ള കാര്യം പറയാം, 1 പോയിന്റ് പോലും തരത്തില്ല സ്പോട്ടിൽ. ഇത് ഞാൻ ടിവിയിലെ മെമ്പേഴ്സിനോട് വരെ ഞാൻ പറഞ്ഞേക്കുന്ന കാര്യമാണ്. തമ്മിൽ കണ്ടോ ഫൈറ്റ് എടുത്തോണം. നിങ്ങൾക്ക് വേണം ചന്ദ്രനായിരിക്കുമല്ലോ. ആദ്യം ഞാൻ കൊല്ലുന്നത് ചന്ദ്രനായിരിക്കുമല്ലോ. അപ്പൊ തമ്മില് കണ്ടു കഴിഞ്ഞാൽ ഫൈറ്റ് എടുക്കണം. ടീമപ്പ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കമ്മ്യൂണിറ്റിയിലടക്കം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇതിൽ വരുമ്പോൾ നിങ്ങൾ കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിൽ കളിക്കണം. ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഗ്രൂപ്പ് എയിലെ 10 ടീമേ ഗൈസ്. ഗ്രൂപ്പ് എയിലെ 10 ടീം. അപ്പൊ റെഡി അല്ലേ? റെഡി സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, കാറ്റാടിയാണ് ആദ്യത്തെ ടീം. ആദ്യത്തെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് റിസൾട്ട് കാറ്റാടി. ഓക്കെ, കാറ്റാടി കളിച്ചോ. കപ്പാണ് രണ്ടാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ രണ്ടാമത്തെ ടീം. അടുത്തോ അല്ല, ഗില്ലി ബ്രദേഴ്സ് ആണ് മൂന്നാമത്തെ. ക്ലോസ് അല്ലേ? റിമൂവ് ആണോ? റിമൂവ്. മൂന്നാമത്തെ ടീം ഇതല്ലേ വന്നേ? ഗില്ലി ബ്രദേഴ്സ്. RB7 ആണ് അടുത്ത ടീം. ഒരു കൂബ് ചെയ്തു. ഇതൊക്കെ Z30 അല്ല, എക്സ്ട്രീം തറവാടാണ് അടുത്ത ടീം. എത്ര ടീമായി ഇപ്പൊ? 4 5 5 ടീമായി. 5 ടീം. ഓക്കെ, 5 ടീമും കൂടി. ഇവിടെ നടത്തോ. പടവടേന്ന് പോട്ടെ. മാഫിയ അല്ല, LZ ആണ് അടുത്ത ടീം. ഷഫിൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബ്രോ. ഷഫിൾ ചെയ്യാൻ പറ്റും. ഇടയ്ക്കൊന്ന് ഷഫിളോടെ ചെയ്ത് കൊടുത്തേരടാ. നോട്ടികെക്സ് ആണ് അടുത്ത ടീം. ഷഫിളോട്
ഏഴ് ടീം സെലക്ട് ആയിട്ടുണ്ട് നമുക്കിപ്പോ കറന്റ്ലി. ആൻഡ് മാഫിയ മാഫിയാണ് എട്ടാമത്തെ ടീം മാഫിയ. ഓ ഫെയ്ത്ത് 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 ഒമ്പതാമത്തെ ടീം ഫെയ്ത്ത് ആണ് വന്നിരിക്കണം. ഫെയ്ത്ത് ലാസ്റ്റ് ടീം ഓഫ് ഗ്രൂപ്പ് എയിലെ ലാസ്റ്റ് ടീം ഈസ്റ്റ് സൈഡ് ബെല്ലാസ് ആണ് ലാസ്റ്റ് ടീം. അപ്പൊ റിസൾട്ട് ഒന്ന് കാണിച്ചിടാന്ന് ജസ്റ്റ് പറഞ്ഞിട്ട്, കാറ്റാടി, ടഫ്, ഗില്ലി ബ്രദേഴ്സ്, RB7, എക്സ്ട്രീം തറവാട്, ലോസ് സെറ്റാസ്, നോട്ടിക് എക്സ്, മാഫിയ, ഫെയ്ത്ത്, ഈസ്റ്റ് സൈഡ് ബെല്ലാസ് ഇവരാണ്. ക്യാം ഞാൻ കുറച്ച് സൈഡിലോട്ട് വെച്ച് തരാം. ഒരു മിനിറ്റ്. ഇവർ ഇത്രയും പേരാണ്. ഇവർ ഇത്രയും പേരാണ് കറന്റ്ലി ഗ്രൂപ്പ് എയിൽ വരുന്ന പ്ലേയേഴ്സ്. ഇനി ഇവരെ കോമ്പീറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ബി ആയിട്ടാണ്. സോ ഗ്രൂപ്പ് ബിയിലോട്ട് അല്ലല്ല ആ ടീമിൽ തന്നെയാണ് ഫൈറ്റ്. അതായത് ഒരു സോണില് അവര് 10 ടീമായിരിക്കും ഫൈറ്റ് നടക്കുന്നത്, മനസ്സിലായോ? അങ്ങനെ ഗ്രൂപ്പ് ബി അല്ലേ? അല്ലല്ലേ, ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണ്. ഓ സോറി ഞാൻ എനിക്ക് ഒരു സോണിനകത്ത്, അതായത് 10 ടീമാകുമ്പോ 100 പേര് ആ ഒരു മാപ്പിന്റെ അകത്ത്. മനസ്സിലായി. സെയിം ഗ്രൂപ്പ്. എനിക്ക് മാറി 200 പേരെ ആവണ, മറ്റേ രണ്ടുപേരും ഒരുപോലെ. ശരി. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് എ ഇതാണ്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ബിയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ഗ്രൂപ്പ് ബി. അപ്പൊ നീ എന്താ മറ്റേ ഗ്രൂപ്പ് എ ടു ഗ്രൂപ്പ് ബി അങ്ങനെ കൊടുത്തത്? അതങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ ഒരു ദിവസം 2 ടീമിന്റെ ഗ്രൂപ്പ് എ ഉണ്ട്, ഗ്രൂപ്പ് ബിയുടെയും കളിയുണ്ട്. ഞാനും പെട്ടെന്ന് അങ്ങനെ ഓർത്താ, മനസ്സിലായ? എന്നാലേ തീരത്തുള്ളൂ. ഒരു ദിവസം ഒരു മാച്ച് ആണെങ്കിൽ ദിവസം നീണ്ടു പോകും, മനസ്സിലായോ? ഷഫിളാക്കിയായിരുന്നു. അടുത്ത ഷഫിളാക്കാം. ഓ അടുത്ത ഗ്രൂപ്പിലെ ഫസ്റ്റ് ടീം ഇസഡ് എം ആണ് അടുത്ത ടീം. ഷഫിൾ കൊടുത്തേരെ. അടുത്ത KVA ഒന്നില്ല. ടോക്കിയോ മറിയാനോ ആണ് രണ്ടാമത്തെ ടീം. ഇടയ്ക്ക് ഷഫിൾ കൊടുത്തേരടാ. അതിരടി യൂണിറ്റ് അല്ല, KVA. അതിരടി യൂണിറ്റ് കുഞ്ഞു ജസ്റ്റ് വന്നിരുന്നു KVA. പോൾ 58%, 5 മാച്ചാണ് പറഞ്ഞേക്കുന്നത്. ബെസ്റ്റ് ഓഫ് 5. TVA ബോൺ മെർസിലസ് ആണ്. BMന്റെ കളി ആണ് അടുത്തതായിട്ട് വന്നേക്കുന്നത്. അടുത്തത് ഓജി നിൽക്കുക. ഓജി ആണ് അടുത്ത ടീം. സോ 5 ടീം കൂടെ ഇനി. ആദ്യത്തെ ദിവസം തന്നെ തക്കുടുവാദ ലോകത്തിന് മാച്ച് ലഭിച്ചിരിക്കുന്നു. ടീം നമ്പർ 7. ലെറ്റ്സ് ഗോ. ഷഫിൾ ചെയ്തിട്ട് ടീം ഗോഗു നയിക്കുന്ന തക്കുടുവാദ ലോകം വള്ളി ടീംസിന്റെ സൽസമുക്ക് ബോയ്സ് ആണ് അടുത്ത ടീമായിട്ട് വന്നിരിക്കുന്നത്. സൽസമേ ഡെത്തെക്സ് ആണ് അടുത്ത ടീം. ആൻഡ് ആദ്യത്തെ ദിവസത്തെ ഗ്രൂപ്പ് ബിയിലെ സെക്കൻഡ് ലാസ്റ്റ് ടീം. 2 കൂടി ഉണ്ട്. ഇടയ്ക്ക് വന്ന് ടീം ബി ആണ്. MIA ആയിരിക്കും. ഒരു തുള്ളി മൂത്രം പോയി. CID അല്ല, അറബിയാണോ? അല്ല, CID
ഓക്കെ, അപ്പൊ ആദ്യത്തെ ദിവസത്തെ ടീമുകൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ബി ഇസഡം, ടോക്കിയോ മറിയാനോ, അതിരടി യൂണിറ്റ്, ബോൺ മേഴ്സിലസ്, OG, തക്കുടുവാവ അധോലോകം, സൽസമുക്ക് ബോയ്സ്, ഡെത്തെക്സ്, MIA ആൻഡ് CID ആണ് ഫസ്റ്റ് ഡേ. ഗ്രൂപ്പ് ബിയിലെ 10 ടീംസ്. സോ 6 മാച്ച് ഉണ്ടാവും. ടോട്ടലി 6 മാച്ച് ഉണ്ടാവും. നമ്മൾ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇതങ്ങനെ നമ്മൾ കഴിഞ്ഞ വട്ടം PUBG ടൂർണമെന്റ് നടത്തിയതുപോലെ പടപടേന്ന് തുടങ്ങുന്ന പരിപാടിയായിരിക്കും. അതായത് ഇൻ ബിറ്റ്വീൻ ഇതിനൊരു ഗ്യാപ്പ് ഇല്ല. ഒരു മാച്ച് കഴിയുമ്പോൾ അടുത്ത മാച്ചിന് റെഡിയായി നിൽക്കുക, അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ സബ് 2 പ്ലേയേഴ്സിനെ വെച്ചേക്കുന്നത്. നിങ്ങളുടെ സബ് വരാൻ റെഡി ആയില്ലെങ്കിൽ നമ്മൾ ഇത് ഡിലേ ചെയ്യത്തില്ല. മനസ്സിലായോ? നിങ്ങളുടെ അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു ടൈം പറയും, ആ ടൈമിൽ നിന്ന് ഒരു സർക്കിളായിട്ട് അതങ്ങ് തുടങ്ങും. അതിന് ടിവിയുടെ മെമ്പർ വന്നില്ലേലും അങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? ടിവിയുടെ മെമ്പർ വന്നില്ലേലും ആരുടെ മെമ്പർ വന്നില്ലേലും പിന്നെ നമ്മൾ ഇൻ കേസ് ഒരു ക്രൂഷ്യൽ സെമി ഫൈനൽസോ ഫൈനലോ അങ്ങനെ എന്തെങ്കിലും മാച്ച് വരുന്ന സമയത്ത് ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ കൂടെ കൺസെന്റ് എടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. ഇപ്പൊ TVക്കകത്തല്ല വേറൊരു ഗ്യാങ്ങിനോട് ഇപ്പോൾ ഒരു ഫൈനൽസ് ഒക്കെ നടക്കുന്നു, അങ്ങനത്തെ സമയത്ത് നമ്മൾ ബാക്കി കളിക്കുന്ന 9 ടീമിനോടും ചോദിക്കും, നിങ്ങൾക്ക് അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചതിന് മാത്രം ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിലേ അന്നേരം മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അല്ലാതെ യാതൊരുവിധ കൺസിഡറേഷൻസും ടൈമിന്റെയും കത്തിപ്പോകലിന്റെ കാര്യത്തിലും നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റാത്തൊരു സാധനമാണ്. PUBG ഒന്നും അങ്ങനെ കത്തിപ്പോകത്തില്ല. ഇത് പ്ലേയേഴ്സിന്റെ നെറ്റ് അനുസരിച്ച് കത്തിപ്പോകുന്ന സാധനമാണ്. അത് പ്രശ്നമാണ്. ഷഫിൾ ചെയ്തോടാ. ഡേ 2 ആണ്. ഡേ 2 C. ഡേ 2 ഗ്രൂപ്പ് C ആണ് നമ്മളിപ്പോ എടുക്കുന്നത്. ഡേ 2 ഗ്രൂപ്പ് C. ഡേ 2 ഗ്രൂപ്പ് സിയിലെ ഫസ്റ്റ് ടീം കയ്യുവാൻ ആണ് ഫസ്റ്റ് ടീം. ഡേ 2 ഫസ്റ്റ് ടീം കയ്യുവാനാണ്. ടീം സെനിൻ ആണ് രണ്ടാമത്തെ ടീം. ഷഫിൾ ചെയ്തോ ഓരോന്ന് കഴിഞ്ഞിട്ട് ഷഫിൾ ചെയ്തോ കേട്ടോ. ടീം സെനിൻ ആണ് രണ്ടാമത്തെ ടീം. മൂന്നാമത്തെ വടക്കൻ വീട്ടിൽ ആണ് മൂന്നാമത്തെ ടീം. VNV ആണ് മൂന്നാമത്തെ ടീം. അടുത്ത ടീം എലൈറ്റ് സ്ക്വാഡ് ആണ് അടുത്തൊരു ടീം വന്നിരിക്കുന്നത്. എലൈറ്റ് സ്ക്വാഡ്. അഞ്ചാമത്തെ ടീം നമുക്ക് നോക്കാം. RZ7 ആണ്. RZ7 Razor 7 ആണ് അഞ്ചാമത്തെ ടീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അഞ്ചാമത്തെ ടീം മാസ് ആണ് അടുത്ത ടീം. മാസ് ആണ് ആറാമത്തെ ടീം. രണ്ടാമത്തെ ദിവസത്തെ ഫസ്റ്റ് മാച്ചില് മാസ് ആണ് ആദ്യത്തെ ടീമായിട്ട് വരുന്നത്, അല്ല ആറാമത്തെ ടീമായിട്ട് വരുന്നത്. അടുത്തത് IGZ ആണ് അടുത്തൊരു ടീമായിട്ട് വന്നിരിക്കുന്നത്. IGZ ആണ് അടുത്ത ടീം. 7 KVA കഴക്കൂട്ടം FC ആണ് അടുത്ത ടീം വന്നിരിക്കുന്നത്. ജസ്റ്റ് മിസ് KVA വന്നില്ല. കഴക്കൂട്ടം FC ആണ് അടുത്ത ടീമായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് എൽ ക്ലാസിക്കോ ആണ് അടുത്ത ടീമായിട്ട് വന്നേക്കുന്നത്. അത് കുറച്ചൊക്കെ അടുക്കും. എൽ ക്ലാസിക്കോ ആണ്. ആൻഡ് ലാസ്റ്റ് ടീം ഗ്രൂപ്പ് സിയിലെ ലാസ്റ്റ് ടീം അല്ല ലാ മസിയ LM ആണ്. അപ്പൊ ഗ്രൂപ്പ് സി ഡേ 2 ഗ്രൂപ്പ് സി ആണ് കയ്യുവാൻ, സെനിൻ, VNV, എലൈറ്റ് സ്ക്വാഡ്, റൈസർ 7, മാസ്, IGZ, കഴക്കൂട്ടം FC, എൽ ക്ലാസിക്കോ ആൻഡ് ലാ മസിയ. സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. സോ ഗൈസ്, നിങ്ങൾ ആദ്യത്തെ ഗ്രൂപ്പും മോശമൊന്നും അല്ല ഗൈസ്. കാരണം ഞാൻ പറയട്ടെ, ഇവരെല്ലാം പേരും അതും ഇതൊക്കെ മാറ്റിയിട്ടിരിക്കുക. എല്ലാം നല്ല നല്ല പ്ലേയേഴ്സ് കുറെ പേരുണ്ട് ഓരോന്നിനകത്ത്. എല്ലാവരും ഒരു പേരും അതും ഇതൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ്. കുറെ പ്ലേയേഴ്സ് ഉണ്ട്. മാച്ചസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഗ്രൂപ്പ് ആയിരിക്കും. കിടിലം കളികളൊക്കെ നടക്കണം. മനസ്സിലായ
സോ ടീം ഡി ടീം ഡി ടീംസ് അല്ല ടീം ഡി ഡി അതാ പറഞ്ഞത്. ടീം ഡി സെക്കൻഡ് ഡേയിലെ ടീം ഡി ഫസ്റ്റ് ഡി എൻ അല്ല അല്ലല്ലോ. റൂത്ത്ലെസ് അഗ്രഷൻ ആണ് ടീം ഡിയിലെ ആദ്യത്തെ ടീം ആൻഡ് ഗ്രൂപ്പ് ഡിയിലെ രണ്ടാമത്തെ ടീമിനെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ടീം റോമ ആണ് രണ്ടാമത്തെ ടീം. മൂന്നാമത്തെ ടീം TBS ആണ് മൂന്നാമത്തെ ടീം TBS. നാലാമത്തെ ടീം അഗാർത്ത. AJ അല്ലടാ അഗാർത്ത, AJ ആണ് അടുത്തൊരു ടീം. റോമ T47 ലൈനപ്പ് ആണെന്ന്. റോമ ഇറ്റാലിയൻ T47. ഓക്കെ. വൈക്കിങ്സ് ടീം വൈക്കിങ്സ് ആണ് ആറാമത്തെ ടീം. അഞ്ചാമത്തെ ടീം. ഓക്കെ. അടുത്ത ടീം DRS ആണ് അടുത്തൊരു ടീം വന്നേക്കുന്നത്. കുറച്ച് മുമ്പിലോട്ടുള്ള ഇതെല്ലാം കടുക്കും കേട്ടാ. അടുത്ത ഇത് എങ്ങോട്ടാണ് ഈ ഗ്രൂപ്പ് പോണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടണല്ലോ കേട്ടാ. അടുത്തത് എസ്പാന ESP ആണ് ഏഴാമത്തെ ടീം. എസ്പാനിയ. അടുത്ത എട്ടാമത്തെ ടീമിനെ നമുക്ക് നോക്കാം. എട്ടാമത്തെ ടീം KVAയുടെ മെയിൻ ലൈനപ്പാണ് എട്ടാമത്തെ ടീമായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഡി. സെക്കൻഡ് ഡേയിലെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ KVA എത്തിയിരിക്കുന്നു. ആൻഡ് അടുത്തത് MX13 ആണ് അടുത്തൊരു ടീമായിട്ട് വന്നിരിക്കുന്നത്. ടീം നമ്പർ 9 ആൻഡ് ഡിയിലെ ലാസ്റ്റ് ടീമാണ്. ഡിയിലെ ലാസ്റ്റ് ടീം, സെക്കൻഡ് ഡേയിലെ ലാസ്റ്റ് ടീം ഉഷ്ണമൂല രണ്ടാമത്തെ ദിവസം ഗ്രൂപ്പ് ഡിയിലെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഉഷ്ണമൂല, കൺഗ്രാറ്റുലേഷൻസ് ഉഷ്ണമൂല. അപ്പം ഗ്രൂപ്പ് ഡിയില് റൂത്ത്ലെസ് അഗ്രഷൻ, റോമ, TBS, അഗാർത്ത, വൈക്കിങ്സ്, DRS, ESP, KVA, MX13 ആൻഡ് ഉഷ്ണമൂലയാണ് സെക്കൻഡ് ഡേയിലെ ഗ്രൂപ്പ് ഡിയില് വന്നിരിക്കുന്നത്. അപ്പൊ സോ നമുക്ക് ഗ്രൂപ്പ് ഇ ഒന്ന് ഷഫിൾ ചെയ്തേരടാ. 2 KV ഉണ്ടോ? അത് ഇല്ല. KVA vs KVA ഉണ്ടെന്നോ? അതാരാ? ഉഷ്ണമൂല KVA ആണോ? ഉഷ്ണമൂല KVA vs KVA ഏതൊക്കെയായിരുന്നു? ഉഷ്ണമൂല KVA ആണോ? ഉഷ്ണമൂല KVA ആണല്ലേ? ഓക്കെ. അല്ലേ? അല്ലല്ല, KVAക്ക് വരുന്നത് KVA എന്ന് പറഞ്ഞൊരു ലൈനപ്പ്, ബ്ലാക്ക് സ്ക്വാഡ്, പിന്നെ ശരവണ ഭവൻ ബോയ്സ് ആണല്ലേ? KVA അല്ല കേസ്, അത് EVX ആണ്. ഓക്കെ. അപ്പൊ ഗ്രൂപ്പ് നമ്പർ ABCDE ഗ്രൂപ്പ് മൂന്നാമത്തെ ഡേ ഗ്രൂപ്പ് ഇ. ഗ്രൂപ്പ് ഇയിലെ ഫസ്റ്റ് ടീം അൺനോൺ ആണ്. UK ആണ് ഫസ്റ്റ് ടീം. ഈ ഗ്രൂപ്പ് ഇയിലെ ഫസ്റ്റ് ടീം. രണ്ടാമത്തെ ടീം അയ്യോ ശരവണഭവൻ. KVAയുടെ അടുത്ത ലൈനം ശരവണഭവൻ ബോയ്സ് വന്നിരിക്കുന്നു. അടുത്തത് ടീം SYT ആണ് അടുത്തൊരു ടീം. SYT അടുത്തൊരു ടീമായിട്ട് വന്നിട്ടുണ്ട്. 3 ടീം അങ്ങനെയായി ഗ്രൂപ്പ് നമ്പർ ഇയിലെ.
ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ് അല്ല, BVQ ആണ് അടുത്തൊരു ടീമായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് ടീം നമ്പർ 5 നോക്കാം. ടീം നമ്പർ 5 ആരായിരിക്കും? താമരാക്ഷം പിള്ള അല്ല, കാസർഗോഡ്സ് ആണ് അടുത്ത ടീമായിട്ട് വന്നിരിക്കുന്നത്. ആറാമത്തെ ടീം ബ്ലഡ് ലൈൻ. ഇത് ലാസ്റ്റിലത്തെ ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. അടുത്തത് RZ7 ആയിരിക്കും. അത് RZ7X DLX ആണ് ഏഴാമത്തെ ടീമായിട്ട് വന്നിരിക്കുന്നത്. 7ാമത്തെ ടീമായിട്ട് RZ7 അടുത്തൊരു ലൈനപ്പ്. DNA ആണ് അടുത്ത ടീമായിട്ട് വന്നേക്കുന്നത്. DNA. അടുത്ത ലൈനപ്പ് ഇറ്റാലിയ. നെക്സ്റ്റ് ലൈനപ്പ് T47 ലൈനപ്പാണ്. ഇറ്റാലിയ ആണ് അടുത്തൊരു ലൈനപ്പായിട്ട് വന്നേക്കുന്നത്. ടീം നമ്പർ 10 തലൈവെട്ടും അതോ ലോകം. ടീം നമ്പർ 10 ഗ്രൂപ്പിലെ ടിവിയുടെ മെയിൻ ലൈനപ്പ് തലൈവെട്ടും അതോ ലോകമാണ് ഗ്രൂപ്പിലെ ലാസ്റ്റ് സ്ലോട്ട് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. ആൻഡ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് അൺനോൺ, ശരവണ ബോയ്സ്, അതായത് KVA, അൺനോൺ, SYT, BVQ, കാസർഗോഡ്സ്, ബ്ലഡ് ലൈന്, RZ7, DNA, T47 and TVA. And Group E. ഈ ഗ്രൂപ്പ് സെറ്റ് ആയിരിക്കും. Group E. Let's go. So, shuffle ചെയ്തേ. F. ഇനി ഗ്രൂപ്പ് നമ്പർ F. ഗ്രൂപ്പ് F ആണ് നമ്മുടെ അടുത്ത ഇതെന്ന് പറയണത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ടീം ഈസ് അഞ്ഞൂറാൻ ബ്രദേഴ്സ് ആണ് ആദ്യത്തെ ടീം. അഞ്ഞൂറാൻ ബ്രദേഴ്സ് ഫസ്റ്റ് സ്ലോട്ട് കരസ്ഥമാക്കിയിരിക്കുന്നു. അഞ്ഞൂറാൻ ബ്രദേഴ്സ്. അടുത്തത് KVP ആണ് അടുത്ത സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. KVPക്കാണ്. KVP ആൻഡ് മൂന്നാമത്തെ JDAക്കാണ് മൂന്നാമത്തെ ഇത് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത് JDA. ഗ്രൂപ്പ് Fലെ 3 പ്ലേയേഴ്സിനെ നമ്മള്. ആൻഡ് അടുത്ത ടീം TGA. അത് TGA ഉള്ളതാണ്. അത് TGA കൊണ്ടുപോയിരിക്കുന്നു അടുത്ത സ്ലോട്ട്. TGA. ആൻഡ് അടുത്തത് RDRനുള്ളതാണ്. അത് RDR ടീം RDRനാണ് അടുത്ത സ്ലോട്ട്. ആറാമത്തെ സ്ലോട്ട് വാൽഹല്ല അല്ല, RZ7 ആയിരിക്കും. RZ7X അറബിക്കാണ് അടുത്ത ഗ്രൂപ്പ് നമ്പർ Fലെ ആറാമത്തെ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. RZ7X അറബി അടുത്ത സ്ലോട്ട്. നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ് ആണ് അടുത്ത ടീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ് ആണ് അടുത്ത ടീം. 7 ടീമിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എട്ടാമത്തെ ടീം നമുക്ക് നോക്കാം. എട്ടാമത്തെ ടീം കാട്ടാക്കട ബോയ്സ് ആണ് അടുത്ത ഒരു സ്ലോട്ട് സെക്യൂർ ചെയ്തിരിക്കുന്നത്. കാട്ടാക്കട ബോയ്സ്. ആൻഡ് ഒമ്പതാമത്തെ ഛോട്ടാ മുംബൈക്കായിരിക്കും ആ ലോട്ടറി. അതെ, ഛോട്ടാ മുംബൈ സെക്യൂറിംഗ് ദ 9th slot of Group F. And last and final slot അത് കാലാപാനിക്കാണ് ആ സ്ലോട്ട്. അതെ, കാലാപാനി getting the final slot of Group F.
ഓക്കെ, അപ്പം 500 ബ്രദേഴ്സ്, KVP, JDA, TGA, RDR, RZ7X അറബി, നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ്, കാട്ടാക്കട ബോയ്സ്, ചോട്ട മുംബൈ, കാലപാനി. ഇതാണ് ഗ്രൂപ്പ് നമ്പർ എഫ്. ആൻഡ് അടുത്തത് ഗ്രൂപ്പ് ജിയിലേക്ക് എത്താൻ നമുക്ക്. ജി വരുമ്പോ എത്ര എന്നാണ്? അയ്യോ, അത് ജി വരുമ്പോ നാലാമത്തെ ലാസ്റ്റത്തെ മറ്റേ ഇതിന്റെ സെക്ഷന്റെ ക്വാളിഫയേഴ്സിന്റെ ലാസ്റ്റ് ഡേയിലത്തെ ടീമാണ് നമ്മൾ. 2 ടീമിനെ, അതിൽ ഒരു ടീമിനെ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഒരു ടീമിനെ സെലക്ട് ചെയ്താൽ മതി. ഒരു ടീമിനെ സെലക്ട് ചെയ്താൽ ബാക്കി ടീം. അപ്പൊ ഒറ്റ ഒരു ടീമിനോട് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ജി അല്ലെ, ഗ്രൂപ്പ് ജി. ഗ്രൂപ്പ് ജിയിലെ ഫസ്റ്റ് ടീം ഗ്രൂപ്പ് ജിയിലെ ഫസ്റ്റ് ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബി ബ്ലാക്ക് സ്ക്വാഡ് ആയിരിക്കും ആദ്യത്തെ സ്ലോട്ട്. ഇത് KV അല്ലേ? KVയുടെ സ്ലോട്ടാണ് അടുത്ത. KV ആണ് ഗ്രൂപ്പ് ജിയിലെ ഫസ്റ്റ് സ്ലോട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് അടുത്ത രണ്ടാമത്തെ സ്ലോട്ട് നമുക്ക് നോക്കാം. റൈഫിൾ ക്ലബ് ആണോ അതോ Z30 ആയിരിക്കുമോ? Z30. റൈഫിൾ ക്ലബ് ആണ് രണ്ടാമത്തത്. ആൻഡ് മൂന്നാമത്തെ ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ ടീം TVA XCSK ആണോ അതോ ബ്ലേസ് ഗാർഡ്ലെസ് ആണ് മൂന്നാമത്തെ ടീമായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് അടുത്ത ഒരു നാലാമത്തെ ടീമിനെ നമുക്ക് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ വാൽഹല്ല വിൽ ബി പ്ലേയിങ് ഓൺ ഗ്രൂപ്പ് ജി. 4 സ്ലോട്ടും ഇത് ചെയ്തിട്ടുണ്ട്. 4 സ്ലോട്ടായി. ഇനി 5ാമത്തെ പ്ലെയറിനെ നമുക്ക് നോക്കാം. 5ാമത്തെ ടീമിനെ നമുക്ക് നോക്കാം. 500 കുടുംബത്തിനാണ് അത് കിട്ടാൻ പോകുന്നത്. 500 കുടുംബം സെക്യൂറിംഗ് ദ സ്ലോട്ട് ഇൻ ഗ്രൂപ്പ് ജി. 5 ടീമിനെ നമുക്ക് കിട്ടാനുണ്ട്. ഇനി 5 ടീമും കൂടെ നമുക്ക് എടുക്കണം. ആക്ട് ആണ് അടുത്തൊരു ടീം വന്നിരിക്കുന്നത്. അല്ല 6-7 3 ടീമും കൂടെ ഉള്ള 3 ടീമിനെയും കൂടെ മാത്രം നമുക്ക് എടുത്താൽ മതി. 3 ടീമിനെ മാത്രം. R3X ആണ് അടുത്തൊരു സ്ലോട്ട് സെക്യൂർ ചെയ്തിരിക്കുന്നത്. R3X 2 ടീമും കൂടെ മാത്രം നമുക്ക് എടുത്താൽ മതി. 2 ടീമും കൂടെ. 40G ആണ് അടുത്ത ടീം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീമാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഫൈനൽ ടീം. TVXCSK ആണ് ലാസ്റ്റ് ടീമായിട്ട് വന്നിരിക്കുന്നത്. സോ ഗ്രൂപ്പ് ജിയിലേക്ക് നമുക്ക് കളിക്കുന്നത് അഗൈൻ KVA വേഴ്സസ് TVA ആണ്. ബ്ലാക്ക് സ്ക്വാഡ് വേഴ്സസ് റൈഫിൾ ക്ലബ്ബ് വേഴ്സസ് BCZ, വാൽഹല്ല, 500 കുടുംബം, ആക്ട്, 6-7, R3X, 40G ആൻഡ് TVA XCSK ആണ്. ആൻഡ് ഏറ്റവും ലാസ്റ്റിലത്തെ ഗ്രൂപ്പ് നമുക്ക് നോക്കാം. ആൻഡ് ഏറ്റവും ലാസ്റ്റിലത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 14K സിൻഡിക്കേറ്റ്, ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ്, അതും ഒരു CSK ആണ്. ആൻഡ് സോഡിയാക് 30, താമരാക്ഷം പിള്ള അതോലോക TPA, ഷാഡോ കാട്ടൽ, പറക്കും തളിക XTPA, DWIL DW, സ്റ്റോം റൈഡേഴ്സ് ആൻഡ് RMD XTPA. TPയുടെ 3 ലൈനപ്പിനും ഒരുമിച്ച് കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഫസ്റ്റില് തന്നെ. ഒരു ഗ്രൂപ്പിൽ എത്ര ടീമാണ് ഇതാവുന്നത്? ഒരു ടീം 4 ടീം. എത്രയാണ് ഒരു ഗ്രൂപ്പിൽ നിന്ന്? എത്ര ടീം വെച്ചിട്ടോ? 4 ടീം വെച്ചിട്ടോ? 3 ടീം വെച്ചിട്ട് ക്വാളിഫൈ ആണ്. അപ്പൊ TPയുടെ 3 ടീമും ക്വാളിഫൈ ആവണം. അല്ല, ഫസ്റ്റ് മാച്ച് ഫുള്ള് 4 ടീമാണ്. സ്ക്രിപ്റ്റഡ്
ബ്രോ ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ മറ്റേ ഈ സ്ട്രീമേഴ്സ് ഒക്കെ മറ്റേ ഇതുണ്ടാക്കി വെക്കുമല്ലോ, ഈ കറക്കുന്ന സാധനമല്ലേ ജട്ടി ഡാൻസ് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ നിർത്താൻ പറ്റൂല, ഇത് പിടിച്ചു നിർത്താൻ പറ്റൂല. ഇത് ഓൾറെഡി ഇതിങ്ങനെ കറങ്ങി കറങ്ങി വരുന്ന സാധനമാണ്, ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റൂല ഇത്. കാരണം ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 10 ടീം വെച്ചായിരിക്കും കളിക്കുന്നത്. അതിൽ 4 പേര് മാത്രമായിരിക്കും ക്വാളിഫൈ ആവുന്നത്. ഈ 4 പേര് ക്വാളിഫൈ ആവുന്നതെന്ന് വെച്ചാൽ അവർക്ക് 3 മാച്ച് ഉണ്ട്. ഈ 3 മാച്ചിൽ അവരെ പൊസിഷൻസ് കില്ല് വെച്ചിട്ടാണ് അവരെ പ്ലേസ്മെന്റ് നമ്മളെ പോയിന്റ് കൊടുക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഇനി വരും. ഓക്കെ, 4 ടീമല്ലേ ക്വാളിഫൈ ആവുന്നതെന്നാണ് ചോദിച്ചത്. 4 ടീമാണ് ഫസ്റ്റ് ഇതിൽ ക്വാളിഫൈ ആവണം. രണ്ടാമത്തെ ഇതിൽ 3 ടീമായിരിക്കും ക്വാളിഫൈ ആവണം. ഡേ 5 അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജയിച്ചിട്ട് വരുന്ന 32 ടീമിന് ഇവിടെ ഇതിലോട്ട് മനസ്സിലായി. അല്ല ഞാൻ ചോദിച്ച ആദ്യത്തെ ഇതില് എല്ലാത്തിനും 4 ടീം വെച്ചു. 4 അപ്പൊ മൊത്തം 8 ഗ്രൂപ്പ്, 8 ഗ്രൂപ്പിൽ 4, 8 24 32. അതെ. സോ ഇത്രയാണ് ഗൈസ്. അപ്പം മാച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2-ാം തീയതി ആയിരുന്നു ടൂർണമെന്റ് തുടങ്ങാനിരുന്നത്. നമ്മൾ പ്രതികൂല കാലാവസ്ഥയും മഴയൊക്കെ ഒന്ന് തോരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ 4-ാം തീയതി സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നാളെ നമ്മൾ ഹോസ്റ്റ് എടുത്തിട്ട് അടുത്ത ലൈവില് നിങ്ങളെ നമ്മുടെ മാപ്പും ബാക്കി ഡെമോയും ബാക്കി കാര്യങ്ങളും ഒക്കെ അടുത്ത ലൈവില് ഒരു ഡെമോ കാണിച്ചു തരും. അത് ഇപ്പൊ ഉണ്ടോ കാണിക്കാൻ? ഇപ്പൊ നിഞ്ച ഉണ്ടോ? നിഞ്ച ഇല്ലല്ല, എന്നാ അത് അവൻ ഫുള്ളി ചെയ്തിട്ട് ഇതാക്കാന്നാ പറഞ്ഞത്. ഓക്കെ, എന്നാ മാപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ട്രയൽ മാച്ച് ചുമ്മാ ഇവർക്ക് വേണ്ടി നടത്തി കൊടുത്താലോടാ. ഹോസ്റ്റ് ഉണ്ടല്ലോ, 2 ദിവസം ഉണ്ട്, 3 ദിവസം ഉണ്ടല്ലോ. അണ്ണ അത് തന്നെ മറ്റേ ഹോസ്റ്റലില് നമുക്ക് നാളെയോ മറ്റന്നാളെയോ ഒരു ട്രയല്. അതെ ഞങ്ങൾ എന്തായാലും ഹോസ്റ്റ് നാളെ മേടിക്കുന്നുണ്ട് ഗൈസ്, ഹോസ്റ്റ് മേടിക്കുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റൽ വേണമെങ്കിൽ താല്പര്യമുള്ള കുറച്ച് ടീമിനോട് നമുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് ഒരു 10 പേരെ വെച്ചെല്ലാം നമുക്ക് ഒരു മാച്ച് എല്ലാം നടത്തി നിങ്ങളെ ഒരു ട്രയൽ കാണിച്ചു തരാം. മനസ്സിലായി? ഹാക്കേഴ്സ് വന്നാൽ എന്ത് ചെയ്യും ബ്രോ? നമ്മൾ കറന്റ് ആന്റി ചീറ്റ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം പിടിക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉള്ള സെർവർ ആയതുകൊണ്ടല്ലേ എക്സ്ലാൻഡിസ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം എക്സ്ലാൻഡിസിലെ അഡ്മിൻസിന്റെ ഫുൾ സപ്പോർട്ടും നമുക്കുണ്ട്. എക്സ്ലാൻഡിസിന്റെ അഡ്മിൻസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നതും, അവരുടെ വക എല്ലാ ഇതും നമുക്ക് ഉണ്ട്. പിന്നെ ഡീഡോസ് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം, മാക്സിമം നോക്കാം. കയ്യിലുണ്ടോടാ ഇതിപ്പോ നിഞ്ച? സോ മാപ്പ് ഒരു ചെറിയ മാപ്പാണ്, വെറും ചെറിയ മാപ്പാണ്. ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മാപ്പാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കാം. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇഷ്ടം പോലെ. ഇതാണ് മാപ്പ് വരുന്നത്. കുറച്ച് ഇത് മിറാമറ, ഇത് കുറച്ച് ഷിഫ്റ്റിംഗ് പടപട ഉണ്ടാവും. ജസ്റ്റ് ടീമൊക്കെ എങ്ങനെ ജോയിൻ ചെയ്ത് കയറണം അതും കൂടി ഒന്ന് കാണിച്ചോടാ നിഞ്ച. ജസ്റ്റ് അതിന്റെ ഒരു ഇതും കൂടി കാണിച്ചോളൂ, എങ്ങനെയായിരിക്കും ടീം കയറേണ്ടത്. സോൺ ഡാമേജ് ഉണ്ടല്ലോടാ? സോൺ ഡാമേജ് ഉണ്ട്, സോൺ ഡാമേജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത് പഞ്ചായത്തില്ലേ? ഇത് നമുക്ക് ഇവിടെ ടൂർണമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പേര് കൊടുത്തിട്ട് ഇവിടെ ക്രിയേറ്റ് ടൂർണമെന്റ് ചെയ്യുമ്പോ ഇവിടെ പേര് കാണിക്കും. അപ്പൊ നമ്മളിവിടെ പേരും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത് 5M-നകത്താണോ? ഇത് 5M-നകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇത് 5M ഇന്റർഫേസ് ആണ്. ഇത് ആണ് ഇവിടെ ടീം വണ്ണില്ല അണ്ണാ. ഇവിടെ നമ്മള് അഡ്മിന് അന്ന് കളിക്കുന്ന ടീമിന്റെ ഓരോരോ പേര് വെക്കും. ആ ടീമുകള് ഇത് അടിച്ചിട്ട് ജോയിൻ ചെയ്ത് കയറും. /R അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്യാം. എന്നിട്ട് കണ്ട പേര് വന്നുണ്ടോ? പേര് വരും. അപ്പൊ ആ കളിക്കുന്ന ടീം ഇന്ന സ്ക്വാഡ് 1 എന്നായിരിക്കില്ല, അവരുടെ പേരായിരിക്കും ടീമിന്റെ പേര്. ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ടിവി ആണെങ്കിൽ ടിവി കൊടുക്കാം, സേവ് ചെയ്യാം. പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ്. ഈ പേരായിരിക്കും സ്പെക് ചെയ്യുമ്പോൾ കാണിക്കുന്നത്. സോ ഗൈസ്, ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ പേര് ദയവ് ചെയ്ത് ആഡ് ചെയ്ത് കളിക്കുക. ടീമിന്റെ പേര് ഫസ്റ്റ് ഇട്ടിട്ട് നിങ്ങളുടെ പേര് ഇടണം. അതെ, എല്ലാരും പേര് ആദ്യം ടീമിന്റെ പേര്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര്. ആ ഫോർമാറ്റിൽ അല്ലാത്ത പ്ലേയേഴ്സിനെ കിക്ക് ചെയ്യും. അത് മസ്റ്റ് ആണ്, അത് ഉറപ്പാണ്. ടീമിന്റെ പേരും നിങ്ങളുടെ പേരും അതിനകത്ത് ഉണ്ടാവണം. സ്പീഡായിരിക്കും, സോൺ വരുന്ന എല്ലാ കാര്യങ്ങളൊക്കെ സ്പീഡിലായിരിക്കും. ചെറിയൊരു ഡെമോ ലോബിയിലെത്തും. നമ്മുടെ ലോബി ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഹെൽമെറ്റും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൻ ഓപ്പൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഓപ്പൺ ആയി വരും. അപ്പൊ ഇതിൽ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഞാൻ ചുമ്മാ ടെസ്റ്റ് അടിക്കുന്നതാണ്. ഇതടിച്ച
നേരെ ലോഡിംഗ് സ്ക്രീൻ വരും. ലോഡിംഗ് സ്ക്രീൻ ഇതാണ് വരുന്നത്. ഉള്ളേ. ലോഡിംഗ് സ്ക്രീൻ പബ്ജിയിലെ ലോഡിംഗ് സ്ക്രീനില്ല അതേപോലെ. ഓ പ്രിപ്പയറിംഗ് എയർക്രാഫ്റ്റ്, ലോഡിംഗ് കോമ്പാക്ട് സോൺ, റെഡി ഫോർ ഡിപ്ലോയ്മെന്റ്. എന്താ ഈഗിളും അപ്പാപ്പനും കൂടെ ഉമ്മയ്ക്ക് വേണോ? അല്ല ഇതണ്ടാ എടാ നോക്ക് മേളില് ഇലവ് എല്ലാം ഉണ്ട്. എടാ നീ എന്താ ചെയ്ത് വെച്ചിരിക്കണേ? ആണ്. എത്ര പേര് play ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അതല്ല അടുത്തത് നോക്കി വന്നേ. വെയിറ്റ് ചാറണ്ട ഹൈറ്റ് ഉണ്ടോ? 800 ചാടണ്ടേ? അങ്ങനെയല്ല ഹൈറ്റിന്റെ പിന്നെ സോണിന്റെ മിനിമാപ്പിന്റെ മുകളിൽ കാണിക്കും സോൺ എത്രയാ സമയം കാര്യങ്ങളൊക്കെ. ഇത് സ്പീഡപ്പ് ആയിരിക്കും. 10 സെക്കൻഡ് പുറത്താണ്, പെട്ടെന്ന് തീരും. കാരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സംഭവം. ടെസ്റ്റ് കാണിക്കാൻ വേണ്ടി guys പടപടപടയാണ് കേട്ടാ നിങ്ങക്ക് ഇത് ചെയ്തിരിക്കണം. ലാൻഡ് വരുമ്പോ താഴെ ഇങ്ങനെ ബോക്സുകൾ, സ്റ്റോറേജ് ബോക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ട ഇതെല്ലാം ലൂട്ട് ബോക്സസ് നിങ്ങൾക്ക് കണ്ടോ? ഇത് നിങ്ങൾക്ക് എവിടെ വെച്ചാൽ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും. ഇതിപ്പോ മാപ്പിൽ നമ്മള് ഓരോ ജയില് കണ്ടോ. ഇതാണ് അടുത്ത സോൺ, ഈ വെള്ള ജയില് കാണിക്കണത്. ഓ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ സോണിന്റെ ഉള്ളിലേക്ക് പോകണം നമ്മള്. പിന്നെ നമ്മൾ ഇവിടെ ലൂട്ട് ബോക്സ് തരാം. ഇവിടെ വന്നിട്ട് ഈ അടിക്ക താഴെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ നമ്മുടെ ഇൻവെന്ററി ഇതാണ്. നമുക്ക് ബാഗ് ഉണ്ട്. ബാഗ് എടുത്ത് കഴിഞ്ഞാൽ ലെവൽ 1 ബാഗ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത്ര ഇത് ഫ്രീ ആവും. പിന്നെ നീ എന്തിനാ പബ്ജി ഉണ്ടാക്കി വെച്ചിരിക്കണത്? പിന്നെ കണ്ട ഇതിനെ സോൺ ഇപ്പൊ ചെറുതായി വരും. റെഡ് സോൺ നമ്മുടെ ബ്ലൂ സോണിന്റെ ഉള്ളിലാണ്. പിന്നെ മിനിമാപ്പിന്റെ ടോപ്പില് ഇത് കാണിക്കും സോണിന്റെ സമയം, ഇത് മാറുന്ന സമയം കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ ഗണ്ട് ഇതിൽ ഗ്രോസ് ഉണ്ട്, AK-47 ഉണ്ട്. 3 ഗണ്ണാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഡാമേജ് വ്യത്യാസം ഉണ്ടോ? ഓരോന്നിന് ഡാമേജ് ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടോ. ആൾക്കാരെ ലൂട്ട് പിന്നെ മൊളോട്ട് ഉണ്ടോ. പിന്നെ നമ്മൾ വണ്ടി അടിച്ച് പിറ്റ് ചെയ്താൽ പ്ലെയർ ചാവില്ല, അതായത് ഇതാവില്ല. പക്ഷെ വെഹിക്കിൾ ടു വെഹിക്കിൾ പിറ്റും. ബാക്ക് ടു ഓക്കെ 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 ഓക്കെ. ഈ നോക്കാവുന്ന പരിപാടി ഇപ്പൊ റെഡി ആയി കിടക്കണോ? അതുണ്ട്. അത് പക്ഷെ ടീം എല്ലാരും ആഡ് ചെയ്ത് ടീം ആഡ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആരെല്ലാം അടിച്ച് നോക്കാക്കി ഇടാൻ പറ്റുമോ? രണ്ടുപേരുണ്ടെങ്കിൽ നോക്കാക്കാൻ പറ്റും. ഇവനെ നോക്കാക്കി അല്ല ഇതില് പറ്റില്ല. ഇത് അഡ്മിൻ ടെസ്റ്റ് മോഡാ, പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ 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 ഓക്കെ. നമ്മുടെ സോൺ ഒരു സോണിന് എത്ര ഷിഫ്റ്റിംഗ് ടൈം ഇപ്പൊ നമ്മൾ നോർമലി 5 സോണിനുള്ള ഇപ്പൊ അത് നമുക്ക് എത്ര മണിക്കൂർ മാച്ച് ഉണ്ട് അതിന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അനുസരിച്ച് നമുക്ക് 6 മാച്ച് ഉണ്ട് ഒരു ദിവസം. അപ്പൊ അതിനനുസരിച്ചുള്ള അപ്പൊ പിന്നെ 30 മിനിറ്റ് ആക്കും. 30 മിനിറ്റ് പക്ഷെ സ്പീഡ് പെട്ടെന്ന് തീരും. നോക്കാം. 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ് സെറ്റ് കൊടുത്താൽ അതനുസരിച്ച് ടൈം സോൺ വണ്ടി ഇല്ലടാ വണ്ടിയൊക്കെ ഉണ്ട്. വണ്ടി 4 സീറ്റർ 2 സീറ്റർ ഉണ്ട്. ഇത് വെള്ളം നോക്കട്ടോ. അത് ഇതിലുള്ള പക്ഷെ ഒന്നും പറ്റുന്നില്ല. ഇനി നിങ്ങളൊരു കാര്യം വിശ്വസിക്കണം, ഇവ ഒരു 5 ദിവസം കൊണ്ട് ചെയ്തതാണ്. അത് കള്ളമല്ല, ഇത് കള്ളമല്ല, ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഹൈപ്പിന് വേണ്ടി പറയല്ല. 5 ദിവസം കൊണ്ട് ചെയ്തതാണ് ഇത് ഇത്രയും. ഇതെല്ലാം കസ്റ്റമർ സ്ക്രിപ്റ്റുകൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഒന്നും നമ്മൾ മേടിക്കൊന്നും ചെയ്തില്ല, എല്ലാം കസ്റ്റമർ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അതിന്റേതായ ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ടൂർണമെന്റിൽ അപ്പൊ എല്ലാം ഇതാക്കിട്ട് ചെയ്യണം. കാരണം 5 ദിവസം ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ ഇതൊക്കെ. എടാ സോൺ ഡാമേജ് കാണിക്കാമോന്ന് ചോദിക്കുന്നവര്. അതിപ്പോ ഇതില് പറ്റില്ല. ഇത് അഡ്മിന് ടെസ്റ്റ് ചെയ്യണുള്ളതാ. അത് ലാസ്റ്റ് സോൺ ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ സോണൊക്കെ വരുന്നത്. ഇങ്ങനെ വരത്തില്ല. വരില്ല. ഇതിപ്പോ ടെസ്റ്റ് ചെയ്തോണ്ടാ. പിന്നെ ഇതാണ് ലാസ്റ്റ് സോൺ. P7 എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സോൺ ഇങ്ങനെ വന്നിക്കണേ. ഇത് ലാസ്റ്റ് സോൺ അല്ലേ? ഇത്ര ഉണ്ട് ലാസ്റ്റ് സോൺ. പിന്നെ ഇത് ചെറുതായി വരും. ഇപ്പൊ 1 മിനിറ്റ് 50 സെക്കൻഡ്. ഹീലബിൾസ് എന്തൊക്കെയാ? അത് ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ്. നമുക്ക് ഉള്ള കിറ്റ് സാധനങ്ങളൊക്കെ ഇത്. പിന്നെ ഡ്രോപ്പ് അനുസരിച്ച് ഇവിടെ താഴെ പ്രോപ്പ് കാര്യങ്ങൾ വരും. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇത് എടുക്കാം. ബാഗ് എടുത്ത് ബാഗായി ഇവിടെ ഇത്ര ലെവൽ 1 to ലെവൽ 3 അതുണ്ട്. പിന്നെ വെയിറ്റ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ബാഗ് ഡ്രോപ്പ് ചെയ്ത് ഇതിപ്പോ അഡ്മിൻ ആയതാണ് കേട്ടോ. ഇത് സ്ലാഷ് ഗെറ്റ് കിറ്റ് അടിച്ച നമ്മളില് ഈ സാധനങ്ങളൊക്കെയാണ് നമുക്കുള്ള. ആർമർ പ്ലേറ്റ്. ഇത് ഹോട്ട് ബാർ 8 കീ വരെ നമുക്ക് യൂസ് ചെയ്യാം. ഹോട്ട് ബാർ ആയിട്ട് 8 കീ വരെയോ? പിന്നെ ഇത് സ്മോക്ക് സോൺ. എടാ സോൺ റാൻഡം അല്ലേ? സോൺ റാൻഡം പല പലതാണ് കൈസ്. എല്ലാവർക്കും ഒരുപോലെ അല്ല. കറണ്ട് പോയി കാണും. നീഡ് മോർ ബുള്ളറ്റ്.
എടാ ബുള്ളറ്റ് ഇതെല്ലാം കൊടുക്കടാ. വീണ്ടും ലൂട്ട് ചെയ്ത് നമ്മള് ലൂട്ട് ചെയ്യുന്നത്. എടാ ലൂട്ട് എടാ, നിങ്ങൾക്ക് loot ഇത് ഇഷ്ടം. എടാ അത് ലൂട്ട് തറയിലെ ഒരുപാട് അടുത്ത സ്ഥലത്ത് ലൂട്ടുകളുണ്ടാവും, മനസ്സിലായോ? അപ്പൊ എല്ലാ ബോക്സിലും ലൂട്ട് ചെയ്യാം. പിന്നെ അത് കൂടാഞ്ഞിട്ട് നിങ്ങൾ കൊല്ലുന്ന പ്ലേയേഴ്സിന്റെ കൊല്ലുന്ന പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് ലൂട്ട് ചെയ്യാം. എടാ 6 മാച്ച് എങ്ങനെയാടാ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. 6 മാച്ച് അരമണിക്കൂർ വെച്ചാണെങ്കിൽ പോലും ഒരു ദിവസം എത്ര നേരം ഉണ്ടാവും? അന്നാ നേരത്തെ ഡൈവർ വേണ്ടി വരും. ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്ത് 8 മണി 8 മണിയല്ല, 8:30 ഒക്കെ അല്ലേ? 8:30 വന്നു കഴിഞ്ഞാൽ 3 മണിക്കൂറേ ഉള്ളൂടാ, 3 മണിക്കൂറേ ഉള്ളൂ. ഹലോ ആ അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 മണിക്ക് തുടങ്ങാം. 9 മണി ടു 12 സെറ്റ് അല്ലേ? 9 to 12 സെറ്റ് ആണ് കേസ്. 9 to 12 സെറ്റ് ആണ്. 9 to 12 സെറ്റ് ആണ്. 20 മിനിറ്റ്സ് ഭയങ്കര കുറവാ ബ്രോ. ഒന്നിനുള്ള സമയം കിട്ടൂല ബ്രോ. 20 മിനിറ്റ്സ് ഭയങ്കര കുറവാ. 30 മിനിറ്റ്സ് ആണ് മിനിമം. 30 മിനിറ്റ്സ് എങ്കിലും വേണം മിനിമം. 9 to 12 ചെയ്യാം നമുക്ക്. നമുക്ക് നോക്കാം. എടാ എന്താ നീ കത്തിയായിരുന്നോ? അത് നെറ്റ് വൈഫൈ കഴിഞ്ഞ 12 മണി അടിപൊളി. അപ്പൊ ഇത്രയാണ്. ബാക്കി ഇനി നമ്മളൊരു ഡെമോ ഗെയിം ഞങ്ങൾ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കാം. ഒരു കുറച്ച് ടീംസിനെ കളിക്കാൻ താല്പര്യമുള്ള ടീമിനെ വെച്ചിട്ട് നമ്മളൊരു ഡെമോ മാച്ചും കൂടെ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ ഫോർമാറ്റ്, അതുപോലെ മാപ്പ്, അതെല്ലാം. പിന്നെ രായൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി എനിക്ക് വേറെ ടെൻഷനുകളൊന്നുമില്ല. ആസ് ഓൾവേസ് ദ ബെസ്റ്റ് ഹി വിൽ ഡെലിവർ എന്നുള്ള സാധനം എനിക്ക് ഉറപ്പാണ്. സോ ടൂർണമെന്റും ബാക്കി ഇത്ര ഇവിടെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് ഇത് സ്മൂത്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറെ പേര് പറയാനുള്ളത് ആന്റി ചീറ്റിന്റെ കാര്യമാണ്. അപ്പാപ്പൻ അതൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു ആന്റി ചീറ്റ് ആണ് യൂസ് ചെയ്യണേ. സോ ഇതിന്റെ അകത്ത് വന്ന് ഇതിന്റെ അകത്ത് എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ പിടിക്കുന്നതാണ്. പിന്നെ ഇതേപോലെ നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വെച്ചാൽ എക്സ്ലാൻഡിസിൽ കുറെ ടിക്കറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എക്സ്ലാൻഡിസിൽ ബാൻ ഉള്ളവരുണ്ട്, പിന്നെ ഈ ടൂർണമെന്റിൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ എക്സ്ലാൻഡിസിൽ പെർമനന്റ് ബാനാ. അത് ഹാക്ക് പിടിച്ചു. ഈ ടൂർണമെന്റിൽ ഹാക്ക് പിടിച്ച എക്സ്ലാൻഡിസിൽ പെർമനന്റ് ബാനാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, വോയിസ് ചാറ്റ് അബ്യൂസ് സമ്മതിക്കുന്ന കാര്യമേ അല്ല. വോയിസ് ചാറ്റ് അബ്യൂസ്, അതുപോലെ വാർ ചാറ്റ് അബ്യൂസും ഇതൊന്നും ടീമുകളെ നമ്മൾ ഒരു ടീമിനെ ഇൻക്ലൂഡിങ് ടിവിയെ ഒരു ടീമിനെ നമ്മൾ എൻകറേജ് ചെയ്യത്തില്ല. വോയിസ് അബ്യൂസും ഈ അടിച്ചിടുക. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ VC സംസാരിക്കുക, പോവുക. ഇൻ ഗെയിം സംസാരിക്കണമെങ്കിൽ ഇൻ ഗെയിം സംസാരിക്കാം. പക്ഷെ ഒരാൾ വന്ന് അടിച്ചിട്ടിട്ട് ആ ബോഡിയുടെ അടുത്ത് വന്നോ അവിടെ വന്നിരുന്നോ മറ്റേ തോന്നിവാസവും മറ്റേ വെല്ലുവിളിയും ചീത്തവിളിയും നടക്കുന്ന കാര്യം നമ്മൾ എൻകറേജ് ചെയ്യത്തില്ല. വാർച്ചാറ്റ് ഡിസേബിൾ ചെയ്യുക. വാർച്ചാറ്റ് വേണ്ട കേട്ടോ, അത് ഇതാക്കി കളയന്മാര് സ്പാം ചെയ്ത് നശിപ്പിക്കും. 40 മിനിറ്റ് വേണം മിനിമം. ഞങ്ങൾ ബ്രോ അതിന്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഡിസിഷൻ ഞാൻ ഇവനോട് നോക്കിയിട്ട് നമ്മള് നോക്കിയിട്ട് നമ്മള് പറയാം. റേഡിയോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ റേഡിയോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടീമിന്റെ VC യൂസ് ചെയ്യണം. ഇത് രണ്ടിൽ ഏതെങ്കിലും അവര് ഡിസ്കോഡില് നമ്മള് അവർക്കായിട്ടുള്ള ഡിസ്കോഡിന്റെ അകത്ത് ചാനൽസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവിടെ വന്ന് ജോയിൻ ചെയ്തിരുന്ന് അവരുടെ ടീമായിട്ട് കളിക്കാൻ പറ്റും. ഇവിടെ തന്നെ നമ്മുടെ ഇതിന്റെ ഡിസ്കോഡ് നമ്മൾ തുടങ്ങിയിട്ടുള്ള രജിസ്റ്റർ ചെയ്തതിന്റെ ഡിസ്കോഡ്. ഇമോട്ട് ഓഫ് ചെയ്യാം. ഇമോട്ട് ഓഫ് ചെയ്യാൻ പറ്റുമല്ലോ. ഇമോട്ട് ഇട്ടിട്ടില്ല. ഇമോട്ടും വേണ്ട. പിന്നെ ഗൈസ് അവിടെ പോയിന്റ് സിസ്റ്റം പറഞ്ഞില്ല. പോയിന്റ് സിസ്റ്റം ആണ്, അതൊന്ന് ഡിസ്കസ് ചെയ്യണം. POV ഇല്ലാതെ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു ടീമിന്റെ ഒരാൾക്ക് POV ഇല്ലെങ്കിലും ഡയറക്ട്ലി ടീമിനെ സസ്പെൻഡ് ചെയ്യുവാണ് ഇതിനകത്തുനിന്ന്, അതായത് ടെർമിനേറ്റ് ചെയ്യുവാണ് നമ്മൾ ടൂർണമെന്റിൽ നിന്ന്. POV ഇല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നിങ്ങൾ ഒരു ഓപ്പോസിറ്റ് കളിച്ച ടീമിലെയോ ഗ്രൂപ്പിലെ ടീം ഏതെങ്കിലും ഒരു ടീം POV വേണം എന്ന് വന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ POV ഇല്ലെങ്കിൽ ആ പ്ലെയറിനെ മാത്രമല്ല എൻ്റെ ടീമിനെ ടെർമിനേറ്റ് ചെയ്യും. നിങ്ങൾ POV റെക്കോർഡ് ചെയ്യുമ്പോ ഡിസ്പ്ലേ എല്ലാ വോയിസും നമുക്ക് കേൾക്കണം. ഡിസ്പ്ലേ ക്യാപ്ചർ വേണമെന്നില്ലടാ, ഡിസ്പ്ലേ ക്യാപ്ചർ വേണമെന്നില്ല. പക്ഷെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഓഡിയോ നിങ്ങളുടെ ഇത് വേണം. ഡെസ്ക്ടോപ്പ് ഓഡിയോ വേണം. ഡെസ്ക്ടോപ്പ് ഓഡിയോയും നിങ്ങളുടെ മൈക്കിന്റെയും ശബ്ദം ഉണ്ടായിരിക്കണം, മസ്റ്റാണ്. കത്തിപ്പോയാൽ എന്ത് ചെയ്യും? കത്തിപ്പോയാൽ തിരിച്ചു കയറുന്ന ഓപ്ഷൻ ഉണ്ടോ നിഞ്ച? ഹലോ, കത്തിയേറെ തിരിച്ചു കയറാം. അപ്പൊ മാച്ചിൽ തന്നെ വന്നോളൂ. മാച്ചിൽ തന്നെ വരും. പക്ഷെ സോണിന്റെ പുറത്താണെങ്കിൽ നിങ്ങൾ PUBG പോലെ തന്നെ കത്തിപ്പോയാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. സോണിന്റെ പുറത്താണെങ്കിൽ നിങ്ങൾ
സോണിന്റെ പുറത്ത്. പിന്നെ ഡിസ്പ്ലേ ക്യാപ്ചർ ലാഗ് ഉള്ളവർ ദയവ് ചെയ്ത് ഡിസ്പ്ലേ നിങ്ങൾ കയറുന്നതിന് മുമ്പ് ടാസ്ക് മാനേജർ മൊത്തം കാണിച്ചിരിക്കണം. ആഫ്റ്റർ എടാ ഒരാൾ ചത്തു കഴിഞ്ഞാൽ ടീമേറ്റിനെ സ്പെക്ക് ചെയ്യാൻ പറ്റുമോ അവർക്ക്? പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ ഡൗൺ ആയി കഴിഞ്ഞാൽ മാറി സ്പെക്ക് ചെയ്യാൻ പറ്റും. എല്ലാം പറ്റും, അതൊക്കെ പറ്റും. നിങ്ങൾ ബോഡി ഡൗൺ ആയി കിടക്കുന്നത് എനിക്ക് കോള് അത് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങൾക്ക് മൊത്തം പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ടീമേറ്റ് ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് സജഷൻസ് പറയാം, പക്ഷെ വെളിയിലത്തെ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും POVയില് നമ്മൾ മെറ്റ കാണുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഡിസ്ക്വാളിഫൈ ആണത്. ചത്ത ആൾക്ക് സംസാരിക്കാൻ കുഴപ്പമില്ല, ഡിസ്കോഡിൽ കോൾസ് പറയാം, എന്ത് വേണേ പറയാം, പക്ഷെ വെളിയിലത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഐജിഎൽ ചെയ്യാം, ബട്ട് വെളിയിലത്തെ ഔട്ട് വെച്ചിട്ടുള്ളത് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് തോന്നി നിങ്ങളെ POV ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കോൺവെർസേഷൻ്റെ അകത്ത് മെറ്റ ആയിട്ടുള്ള രീതി കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചാൻസ് ഒന്നും കാണത്തില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത് കളയും. കാരണം നമ്മൾ ഈ ടൂർണമെന്റ് ഇത് ഇത്രയും നല്ല രീതിയിൽ നടത്താനൊക്കെ ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയ്ക്കൂടെ KVA ഫാൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര്, ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞൊരു സെയിം കാര്യം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എല്ലാ കമന്റ് സെക്ഷനിലും ഞാൻ കാണുന്നുണ്ട്. പാവം KVAക്ക് കൊടുക്കാൻ വെച്ചിരുന്ന സ്ക്രിപ്റ്റ് എടുത്ത് വെച്ച് അവൻ TVAക്ക് കൊടുത്ത് TVA കയറിയപ്പം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കരഞ്ഞ് തൂറി മെഴുകണ്. ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, ഇത് KVAക്ക് വേണ്ടി ഇവ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം, ഞാൻ ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് 100% ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ KVAക്ക് വേണ്ടി ഇവ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം 1000%. ഞാൻ അത് പറയാം, അത്രയും പണി തീർത്തിട്ടുണ്ടാവാം അതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, വെളിയിൽ 4-5 ലക്ഷം രൂപയുടെ സ്ക്രിപ്റ്റാണ് നിഞ്ച അവൻ അന്ന് വിട്ടിരുന്ന് പണിത് അവൻ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അത് അവർക്ക് നടത്താനുള്ളൊരു സമയം വരുന്ന സമയത്ത് അവൻ അവരെ കൊണ്ട് തന്നെ നടത്തിക്കത്തേ ഉള്ളൂ. നമ്മൾ ആ സ്ക്രിപ്റ്റ് പോലും മേടിച്ചിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ആ സാൻഡി ഏരിയ മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മളത് ഈ ഏരിയ ഇത്രയും ബിൽഡ് ചെയ്ത് ഈ ഒരു 4 ദിവസം കൊണ്ട് ചെയ്തെടുപ്പിച്ച സ്ക്രിപ്റ്റാണിത്. അവർ KVA ഫാൻസ് അല്ല. എടാ അതാ ഞാൻ പറഞ്ഞത്, അവർ KVA ഫാൻസ് അല്ല, KVA ഫാൻസ് ആണെന്ന് പറഞ്ഞ് ആണ് കമന്റ് ഇടുന്നത്. അസ് എ KVA ഫാൻ. പിന്നെ വേറൊരാള് ഞാൻ ഒരു കമന്റ് സെക്ഷനിൽ കണ്ടായിരുന്നു കേട്ടാ, ഈഗിൾ എക്സ്ലാൻഡിസോ എന്ന് അങ്ങനെ ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ബ്രോയുടെ പേര് മധുസൂദനൻ എന്നാന്ന് വിചാരിച്ചോ, ബ്രോ ഒരു 1 ലക്ഷം രൂപ പ്രൈസ് പൂൾ കൊടുക്ക്, അന്നേരം ഞാൻ മധുസൂദനൻ എക്സ്ലാൻഡിസ് എന്ന് ഇടാം. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കുന്ന ടൂർണമെന്റിന് എൻ്റെ പേരല്ലാതെ പിന്നെ ഞാൻ ആരുടെ ബ്രോയുടെ പേരിടണോ? അല്ല, എനിക്ക് മനസ്സിലാവുള്ളത്. എന്നിട്ട് അതിന്റെ മുമ്പിൽ അസ് എ TVA ഫാൻ ഇതൊക്കെ ഓവറല്ലേ എന്ന്, അതിന്റെ ഫ്രണ്ടിൽ ഒരു അസ് എ TVA എന്നോട് ചേർത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഡാൻ. എന്തൊക്കെ എടാ നീയൊക്കെയോ ഒന്നും ചെയ്യൂല, ചെയ്യുന്നവരെങ്കിലും ചെയ്തോട്ടറാ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ അപ്ഡേറ്റ്സ്. അപ്പം പിന്നെ വെബ്സൈറ്റിലോട്ട് നോഡ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോടെ ടീമിനെയും പ്ലേയേഴ്സിനെ എല്ലാം വിസിബിൾ ആക്കി ഇട്ടേരാടാ. ടീം വിസിബിൾ ആണ്. ലൈക് ഫോർമേഷൻ രായണ്ണൻ എനിക്ക് അയച്ചതിന് ശേഷം ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് ആഡ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഫൈനൽ ലിസ്റ്റ് നിങ്ങൾക്ക് എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും പോയിന്റ് ടേബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ മാച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ടീമിനെ കാണണോ മെമ്പേഴ്സിനെ കാണണമെങ്കിൽ എല്ലാം വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. നമ്മുടെ വെബ്സൈറ്റ് മെയിൻ ആയിട്ടുള്ള നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന ഓരോ സ്കോർ ബോർഡ് ഡയറക്റ്റ് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ആവുന്നതാണ്. അതായത് പോയിന്റ് ടേബിൾ എല്ലാം ഇപ്പൊ എടുക്കുന്ന കില്ല് ആയിക്കോട്ടെ, ലൈക്ക് ഇതെല്ലാം നമ്മുടെ ഈ സൈറ്റിലോട്ട് അപ്ലോഡ് ആവും. അപ്പൊ നിങ്ങൾക്ക് മാച്ച് കഴിഞ്ഞ എന്തെങ്കിലും ഇൻ കേസ് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ സൈറ്റിൽ ലൈവ് ടൈം അപ്ലോഡ് ആവോ? ലൈവ് ടൈം അപ്ലോഡ് ആവും. യെസ്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമേറ്റഡ് ആണോ അതോ മാനുവലി ചെയ്യുന്നോ? അവര് സ്ക്രിപ്റ്റ് ചെയ്താണ് അതില്, മനസ്സിലായോ? അപ്പം ഇത് സ്ക്രിപ്റ്റ് ചെയ്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ കില്ല് എടുക്കുമ്പോ നേരെ ഡയറക്റ്റ് സൈറ്റിലോട്ട് അപ്ലോഡ് ആവും. അപ്പൊ ഒരു മാച്ച് കഴിയുമ്പോ തന്നെ ഇതിനകത്ത് വരും, ഇതിന്റെ അകത്ത് ടേബിൾ വരും. ഒരു 10 സെക്കൻഡ്സ് ഡിലേ ഉണ്ടാവും. ഓരോ കില്ല് എടുത്ത് 10 സെക്കൻഡ്സ് ഡിലേയില് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിക്കോളും, വെബ്സൈറ്റിൽ അപ്ലോഡ് ആവും. ലെറ്റ്സ് ഗോ. അപ്പൊ നിങ്ങൾക്ക് ഇനി പോയിന്റ് ടേബിൾ എങ്ങും വെറുതെ ഇതാക്കിക്കൊണ്ടിരിക്കേണ്ട, കളി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്ത് അപ്ഡേറ്റ് ആവും. സോ ഒന്നും പറയാനില്ല നിഞ്ച, നിങ്ങളെന്നോട് രായ എല്ലാവർക്കും. നിങ്ങൾ കുറച്ച് ദിവസം, ഇവര് ഒരു 3-4 ദിവസമായിട്ട് ഇതിന്റെ പുറകിലാണ്. ഇവര് രണ്ടുപേരും കുറച്ച് ദിവസമായിട്ട്, ഇപ്പൊ നിഞ്ച സത്യം പറഞ്ഞാൽ 4-5 ദിവസമായിട്ട് ഉറങ്ങിയിട്ട് അപ്പൊ ഇതിന്റെ പുറകെ തന്നെയാണ് മൊത്തം. അവൻ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ അറ്റാക്ക് വന്ന് വീഴുന്നതും എനിക്ക് കാണേണ്ട വരും മിക്കവാറും.
അപ്പൊ പിന്നെ എടാ special thanks- വെബ്സൈറ്റിന്റെ ലിങ്ക് ഒന്ന് ഇത് ഒന്ന് അയച്ചടാ എനിക്ക്. ആ, ഒന്ന് നോടെ ഒന്ന് അയച്ചു നോടെ എനിക്കൊന്ന് ഓരോ ഗൈസ് ആ മോഡറേറ്റേഴ്സ് ഒന്ന് പിൻ ചെയ്യോ, അത് മെസ്സേജ് ഒന്ന് പിൻ ചെയ്യോ? എനിക്കത് പിൻ ചെയ്യാൻ പറ്റണില്ല, എന്താ ഇങ്ങനെ പിന്നെ ആയോ? ആ സോ ഗൈസ് ഇതാണ് വെബ്സൈറ്റ്. ഞാൻ വെബ്സൈറ്റോടെ നിങ്ങൾ സൈറ്റ് കനോട്ട് ബി റീച്ച്ഡോ. ഒരുമിച്ചാളിയാ ഹലോ സൈറ്റ് അടിച്ചു പോയോടാ? കൊണ്ടുപോയി കൊണ്ടുപോയല്ലേ Wow, amazing. ഗൈസ്? നിങ്ങൾ ഒരു 8,000 പേര് ഒരുമിച്ച് ഇടിച്ച് അതിനകത്തോട്ട് കേറിയാൽ എങ്ങനെയാ? ഒരു ഭയമൊക്കെ വേണ്ടേ? ഒരു മയം, അത് ക്രാഷ് ആയ വെബ്സൈറ്റ്. സർവർ ലോഡിംഗ് ഇഷ്യൂ വന്നതാ. ഒരു കാര്യം പറയുമ്പോ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ ലുലുമാളുടെ വാതിലൊക്കെ ഇടിച്ചു പൊളിച്ച് കേറുന്ന പോലെ ഒക്കെ കേറിക്കോണം എല്ലാരും കൂടെ നിരത്തി. മാക്സിമം എൻജോയ്, മാക്സിമം എൻജോയ്. Okay. അതാ ഗൈസ്, ഇതാണ് താഴെ ടൂർണമെന്റ് വ്യൂ ഓൾ ടൂർണമെന്റ്. ഇതൊക്കെ കണ്ട. ബുദ്ധിഗിരി. ഇതിൽ ടോട്ടൽ 80 ടീം. നമ്മുടെ പ്രൈസ് ഫുൾ ഡീറ്റെയിൽസ് പിന്നെന്താ താഴോട്ട് ടീംസ്, അവിടെ ടീംസിൽ ക്ലിക്ക് ചെയ്യും. ടീംസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കളിക്കുന്ന പ്ലേയേഴ്സിനെയും ടീംസിനെയും എല്ലാം കാണാൻ പറ്റും. മനസ്സിലായ? Wow. എല്ലാരെയും കാണാൻ പറ്റും. മേലോട്ട് പോട്ടെ, അതെല്ലാം കണ്ടല്ലേ. ഇതിനകത്ത് ലീഡർ ബോർഡ്, മാച്ചസ് ഉണ്ട്. മാച്ചസ് വരുന്ന സമയത്ത്, കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മാച്ചസ് ഇവിടെ ആവും. മനസ്സിലായ? ഇവിടെ നമ്മളിപ്പോ അപ്ഡേറ്റ് ഇപ്പൊ എടുത്തിട്ട് അലക്സ് സിറ്റുവേഷൻ ആയിരുന്നു. എന്ത് സിറ്റുവേഷൻ? അലക്സിന്റെ ലൈവ് എന്നിട്ടാളിയാ ഗോഗു സിറ്റുവേഷൻ ബ്രോ? എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ സ്റ്റിയറിംഗ് ഊരി അടിക്കാൻ പറ്റുമോ അവനെ? എനിക്ക് വേറെ പി സി ഇല്ല, ഇവിടെ സിമുലേറ്റർ പി സി മാത്രമേ ഉള്ളൂ. സിറ്റുവേഷൻ അല്ലേ? ഇത് മറ്റേ ബോട്ടല്ലേ? ബോട്ടറിയൊക്കെ കൈവച്ചിട്ട് കിടക്കണതായ അവരെന്താ സിറ്റുവേഷൻ. അല്ലെ നീ മുമ്പിൽ വന്നല്ലോ. അളിയ ഇവിടെ പി വി പി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അല്ലെ നീ മുമ്പില്. നീ മുമ്പിലാ? അത് വരും അളിയ, ഓഫീസില് അത് വരും ഓംബേസിൽ വരും. ഇതൊക്കെയുണ്ട് രണ്ടെണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് റൂൾസ് അപ്ഡേറ്റ് ആവും കേട്ടോ. ഓൺ റിസ്കില് ഇവിടെ റൂൾസ് അപ്ഡേറ്റ് ആവും. നമ്മുടെ ഗെയിമിന്റെ റൂൾസ് ഇവിടെ ഇതൊക്കെ അപ്ഡേറ്റ് ആവും. നാളെ നമ്മൾ അത് എഴുതിയിട്ട് സെറ്റ് ആക്കും. ഓക്കെ ഇതൊക്കെയാണ് ഇത്. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നമുക്ക് ഞങ്ങൾ കുറച്ചു നേരം ഫോർസ് കളിച്ചിട്ട് നിർത്തും. അപ്പൊ എല്ലാവരും ഇത്രേ ഉള്ളൂ ടൂർണമെന്റ് ഡീറ്റെയിൽസും ഇതെല്ലാം. ആൻഡ് നമ്മുടെ സെർവർ ഡീറ്റെയിൽസ് എല്ലാം അപ്പാപ്പന്റെ വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷം അപ്പാപ്പൻ വന്ന് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. കഴുത്തിട്ട വെള്ളത്തിലാണ് പുള്ളി. വെള്ളം ഇറങ്ങിയാൽ ഉടനെ ഓരോ കോഡ് ചെയ്യാൻ വേണ്ടി കീബോർഡ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി താഴോട്ട് മുങ്ങണം. എടാ കെക്സാട്ടൊക്കെ ഞാൻ കണ്ടറാ, ഞാൻ റീല് മൊത്തം അതാണ്. പിന്നെ ഇനി അകത്ത് എന്തോ ഞാൻ ഇവിടെ വന്നിട്ട് അയ്യോ സൗണ്ട് കേട്ടെ എന്ന് പറഞ്ഞിരിക്കണം. ഡ്രൈവിംഗ് ഉണ്ട്. കെക്സാട്ട് ഞാൻ കണ്ട് അബദ്ധത്തിൽ ഓപ്പൺ ആക്കി പോയി. എന്ത് ചെയ്യാൻ പറ്റും? അളിയ മന്തി തിന്നുകൊണ്ട് കടയിൽ ഇരുന്നപ്പോഴാണ് അളിയ ഞാനത് ഓപ്പൺ ആക്കിയത്. അറിയാവോ? മന്തി അല്ല, മസാല ഷവായി. ക്ലബ് ഷവായിലിരുന്ന് മസാല ഷവായും തിന്നുകൊണ്ടാണ് ഞാൻ അത് ഓപ്പൺ ആക്കിയത്. ഇതേപോലെ പണ്ട് വീട്ടിലിരുന്നപ്പോ അച്ഛന്റെ അടുത്ത് ഇരുന്നപ്പോ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് തുറന്നു നോക്കിയായിരുന്നു. അത് കഴപ്പ്, അത് വേറെ അല്ലല്ല, അത് ഇത് സൗണ്ട് ഉണ്ടാക്കുന്ന സൗണ്ട് നമുക്കറിയാം. അതല്ല. സോ അത്ര ഉള്ളടാ. എന്ത് നമ്മുടെ പയ്യന്മാരൊക്കെ എന്ത് അളിയ മറ്റില്ല, നമ്മളെ പണ്ടത്തെ ഒരു പാട്ട്, ഇംഗ്ലീഷ് ഒക്കെ പാട്ട് പാടുന്ന മറ്റേ ഗിത്താറൊക്കെ വെച്ച് ഇങ്ങനെ ചുരണ്ടുന്ന അങ്ങേരുണ്ടല്ലോ, മറ്റേ RP കളിക്കുന്ന ലിങ്ക് ബ്രോയോ? അതന്നെ അങ്ങേര് ഇപ്പൊ ഇതാണ് പബ്ജി അനലിസ്റ്റ്, മറ്റേ ഇ സ്പോർട്സ് അനലിസ്റ്റ് ആണ്. മറ്റേ ടെഗൽട്ടന്റെ കൂടെ ഒക്കെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ലോഡ് ലിങ്ക് ലോഡ് ലിങ്കൻ റീൽ അയച്ചു തന്നിട്ടുണ്ട് ഇൻസ്റ്റയില്. ടെഗൽട്ടന്റെ നിക്കുന്നു, റീൽ അയച്ചു തന്നിട്ടുണ്ട്. നിന്നെ ബ്ലോക്ക് ചെയ്തേക്കും. നിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി എന്താ? MRC ബ്ലോക്ക് ചെയ്തിട്ട് നോക്കട്ടെ. ഊമ്പനാ
അല്ല ഞാൻ ആ പ്രശ്നം വന്നപ്പോ MRC എന്നുള്ള എല്ലാം ബ്ലോക്ക് ചെയ്തായിരുന്നേ. ശരിയാണ്. ആ ഓക്കെ 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 ഓക്കെ. ഞാൻ കണ്ട്. ഓ ഇതൊക്കെ അപ്പൊ